ഹായ് ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്നിപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ, മോർണിംഗ് റൊട്ടീനോ അതുപോലെ തന്നെ ഈവനിങ് റൊട്ടീനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഒരു പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്, നമുക്കതൊന്ന് സെറ്റാക്കിയാലോ. ഇവിടെ പൈനാപ്പിൾ ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം വലിയ പൈനാപ്പിളാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മുളകൊക്കെ ഇട്ട് നമുക്ക് കഴിച്ചു വയ്ക്കാമല്ലോ. പൈനാപ്പിൾ ആകുമ്പോൾ നമുക്ക് ഒത്തിരി നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുമല്ലോ. നമുക്ക് ജസ്റ്റ് ഒരു 10-15 മിനിറ്റൊക്കെ വച്ചാൽ മതിയല്ലോ, ഒത്തിരി വെച്ചേക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് അങ്ങനെ പൈനാപ്പിളൊക്കെ എടുത്താണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലേയും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക മേടിച്ചു കൊണ്ടുവന്ന കേട്ടോ. ഏകദേശം 2 കിലോയൊക്കെ ഉണ്ട്. നമുക്ക് ഇത്ര വേണ്ട കേട്ടോ. ഇത് നമുക്ക് അതിൻ്റെ പകുതി മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കിലോ അടുത്തുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും വേണ്ടി വരില്ലല്ലോ. നമ്മൾ മൊത്തം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്നത്തേക്ക് വെക്കാനും പറ്റത്തില്ല, കൊള്ളൂല, ചിലപ്പോൾ കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പകുതി മുറിച്ചിട്ട് ഉപ്പിലിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പകുതി മുറിച്ചുകൊണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് അതിൻ്റെ തൊണ്ടയ്ക്കും ചെത്തി കളഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു മുള്ളു പോലത്തേതല്ല. അപ്പോൾ ഞാൻ കയറ്റി വെച്ചിട്ട് അധികം തന്നെ തൊണ്ട് ചെത്തി കളയണ്ട കേട്ടോ. അതിൻ്റെ മുള്ളു കിട്ടണം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ തൊണ്ടയ്ക്കും ചെത്തി. ഇനി നമുക്കത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. കനം കുറച്ച് അരിഞ്ഞെടുക്കണം. വട്ടത്തിലോ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം നീളത്തിലാണെങ്കിൽ നീളത്തിലോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ അനുസരിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞതിന് ശേഷം നമുക്കൊരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭരണി, അതിപ്പോൾ ചില്ലിൻ്റെ ഉപ്പിയാണോ, ഒരു ഭരണിയോ കാര്യങ്ങൾ എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു ടിന്നെടുക്കാം. അതിലേക്ക് നമുക്ക് ആ സ്ലൈസ് ചെയ്ത് നമ്മൾ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വട്ടമായിട്ട് അരിഞ്ഞ് കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു വട്ടം. എനിക്ക് അങ്ങനെ അരിഞ്ഞ് കൊടുക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ ചിലതൊക്കെയും എൻ്റെ അത് കയറാൻ ഭയങ്കര പാടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമുക്ക് ഇനി ഫുൾ അങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വട്ടം അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വിനീഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഇവന്മാരെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ മുളകുണ്ടല്ലോ, ഉണ്ടമുളകാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതാഞ്ഞ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വട്ടം കീറി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് കഴുകിയിട്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചായിരുന്ന മുളകുകൾ. അതാണ് പിന്നെ പ്രത്യേകിച്ച് കഴുകൊന്നും ചെയ്യാണ്ട് തന്നെ കണ്ടോ. നമുക്ക് വട്ടം ജസ്റ്റ് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആ എരിവും ഉപ്പും ഒക്കെയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ആ പൈനാപ്പിളിൻ്റെ മധുരോടെയും കൂടി. അതിന് ശേഷം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തതിന്. കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ചാലാണ് കേട്ടോ അതിലേക്ക് നല്ലോണം പിടിക്ക് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒന്ന് ക്ലിയർ ആക്കട്ടെ കേട്ടോ. ഇനി അല്ലെങ്കിൽ അത് അവിടെ കിടക്കും. അപ്പോൾ അങ്ങോട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അപ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് സെറ്റായി കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തുടച്ച് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കളയണം. കണ്ടോ, ഞാൻ അപ്പോൾ തന്നെ അങ്ങനെ കയ്യിലേക്ക് തന്നെ തുടച്ചെടുത്തിട്ട് വേറെ മറ്റേ മുറോ അതുപോലെ തന്നെ അടിച്ചോരി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയുന്നതായിട്ടൊരു 5-10 മിനിറ്റ് വെച്ചാൽ മതി എന്ന് പറയണതാണ് കേട്ടോ. അത് നമുക്കിതാ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചാടി പോകാനായിട്ട് എടുത്തിട്ട് കിട്ടണമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് കൈ വെച്ച് തന്നെ എടുത്ത് എന്നിട്ട് ഞാൻ തിന്നണം. എന്നാ ടേസ്റ്റാണെന്നൊന്നും അറിയാവോ എൻ്റെ പൊന്നുമക്കളെ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ. അടിപൊളി ടേസ്റ്റ്. ആ ഉപ്പും എരിവും അതുപോലെ തന്നെ അതിൻ്റെ മധുരമൊക്കെയും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ തന്നെ ആ കുപ്പി കാര്യങ്ങളും കാലിയൊക്കെ ഉണ്ട് കേട്ടോ. നിച്ചുക്കുട്ടിന് ഇപ്പോൾ തന്നെ നിച്ചുക്കുട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്നു കേട്ടോ. തിന്നുന്നല്ല, മേടിച്ചിട്ട് കഴിക്കും കേട്ടോ. ഇക്കാരനോട് പറയിക്കുക നേരത്തേക്കും പറയുന്ന ബാറ്ററി വെള്ളമാണ്, കൊള്ളൂല, നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എവിടെ കണ്ടാലും എനിക്ക് മേടിച്ചിരുന്നു. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പിലിട്ടതും അതുപോലെ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളാണ്. അപ്പോൾ നിച്ചുക്കുട്ടൻ്റെ ഒരു ഉമ്മയൊക്കെ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ നിച്ചുക്കുട്ടനിൽ നിന്ന് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കഴിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. അതാണ് വീണ്ടും എടുത്ത് കഴിക്കണേ. ഇക്കാക്കും വെക്കണോ. മിക്കവാറും ഞങ്ങൾ കുപ്പി കാലിയാക്കാനാണ് കേട്ടോ ചാൻസ് കൂടുതൽ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, ഞാൻ എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. നിച്ചുക്കുട്ടൻ ഇപ്പോൾ കൈ നീട്ടു കേട്ടോ. കണ്ടോ, നിച്ചുക്കുട്ടൻ അങ്ങനെ കൈ നെട്ടിക്കൊണ്ടിരിക്കുക. അവനക്കും ഇഷ്ടമാണ് കേട്ടോ. ഇക്ക പറയും കേട്ടോ, ഏകദേശം നിൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറയും കേട്ടോ നിച്ചുക്കുട്ടന്. ഇക്കാക്കും ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം എൻ്റെ കൂടെ കൂടി പിക്കാനും എല്ലാം ഇഷ്ടപ്പെടുത്തിയിട്ടോ. ഞാൻ ഇങ്ങനെ മേടിക്കുമ്പോൾ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കും. അപ്പം അങ്ങനെ ഇക്കാക്കും ഇഷ്ടപ്പെട്ടിട്ടാ. സത്യം പറഞ്ഞ് ഞാനും ഇക്കാനെ ചീത്തയാക്കിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.